ഐ ആം എൻ ഇന്ത്യൻ. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന്. ആ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളാണ്. ഭഗവത്ഗീതയുടെ മലയാളം വായിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ മലയാളം വായിച്ചിട്ടുണ്ട്, ബൈബിളിൻ്റെ മലയാളം വായിച്ചിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളെല്ലാം നന്മകളിലെ ഒരു വലിയ പുസ്തകമായി കണ്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ ഒരു വേദഗ്രന്ഥം മറ്റൊന്നു കൂടിയുണ്ട്. അതാണ് ഈ കാണുന്ന ഇന്ത്യൻ ഭരണഘടന. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന വികാരത്തോടു കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഭരണഘടന. ഇത് ഭാരതീയൻ്റെ സ്വന്തം വേദഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി വികാരത്തോടു കൂടി ഇന്ത്യൻ ദേശീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിൽ ഓരോ പേജുകൾ മറിച്ച് നോക്കുമ്പോൾ, ഇതിൽ ഓരോന്നിലേക്കും കണ്ണോടിച്ച് നോക്കുമ്പോൾ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നടന്ന ഡിബേറ്റ്, ആ ഡിബേറ്റിന് ശേഷം ഉണ്ടായ സമന്വയം, ആ സമന്വയം മുഴുവൻ 1 by 1 നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അവസാനം ഇതിനകത്ത് ഒപ്പിട്ടവരുടെ പേരുകൾ കാണും. ഒപ്പിട്ടവരുടെ പേര് കാണുമ്പോഴാണ് നമ്മളെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ആദ്യത്തെ ഒപ്പ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അത് തുടങ്ങി ഡോക്ടർ BR അംബേദ്കർ, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ് തുടങ്ങി ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഒപ്പിട്ടതാണ് ഈ ഭരണഘടന. ഇതിനെ നെഞ്ചത്ത് ചേർത്ത് വെക്കലാണ് വർത്തമാനകാലത്ത് ഓരോ ഭാരതീയൻ്റെയും ദൗത്യം. ഈ ഭരണഘടന കാത്തു സംരക്ഷിക്കലാണ്. പക്ഷെ നമുക്ക് സങ്കടമുണ്ട്, ഈ വർത്തമാനകാലത്ത് നമ്മുടെ ഈ ഭരണഘടനയെ ബോധപൂർവ്വം തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വിഭജനത്തിൻ്റെ ഒരു കാലത്ത് നിന്നും സമന്വയത്തിൻ്റെ ഒരു കാലത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഭരണഘടനയെ വീണ്ടും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് വെറുതെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? 77ാം റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നത്. ഈ സന്ദർഭം നമ്മൾ കണ്ണടിച്ചിരിക്കാൻ പറ്റുമോ? നോ, ഒരിക്കലും പറ്റില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നമുക്ക് എല്ലാവർക്കും നെഞ്ചോട് ചേർത്ത് വെക്കാം. ഞാൻ ഹിന്ദുവാണ്, നീ മുസൽമാനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, മറ്റവൻ സിഖുകാരനാണ്, വേറൊരുത്തൻ പേഴ്സിയാണ്, മറ്റൊരുത്തൻ ജൈനമതക്കാരനാണ്, ഒരുത്തൻ മതമില്ലാത്തവനാണ്. നോ, അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വികാരം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു.